അങ്ങനെ ഇന്നലെ പ്രമോയിൽ കാണിച്ചിട്ടുള്ള അർജുൻ നന്ദന ഫൈറ്റ് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്, കളിയുടെ അവസാന ഘട്ടമായപ്പോഴേക്കും അർജുൻ്റെ ബാഗിൻ്റെ 2 വള്ളികളും പൊട്ടി. അർജുൻ്റെ പിന്നാലെ ഓടുന്നത് നന്ദനയാണ്. അപ്പോൾ അർജുൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഈ വള്ളികളൊന്ന് കെട്ടാനായിട്ട് ടൈം തരണം എന്ന്. നന്ദന അർജുൻ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഹോളിലൂടെ മാക്സിമം മുത്ത് പുറത്തേക്ക് ഇടാൻ ട്രൈ ചെയ്യായിരുന്നു. അത് നന്ദനയുടെ പ്ലാൻ ആയിരിക്കാം. നന്ദനയ്ക്ക് ഇപ്പോൾ അർജുന് ടൈം കൊടുക്കണം എന്നൊന്നുമില്ല. എന്തായാലും അർജുനെ അത് ചൊടിപ്പിച്ചു. അർജുൻ ഒറ്റ വലിക്കുന്നത് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നന്ദനയുടെ കൈ പിടിച്ചിട്ടൊന്നല്ല വലിച്ചത്, പക്ഷെ നന്ദനയുടെ കൈ ബാഗിലുണ്ടായിരുന്നു. ബാഗാണ് പിടിച്ച് വലിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നന്ദന മലന്നടിച്ച് കിടക്കുന്നതാണ്. അതായത് അവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ലൈവിൽ കാണിച്ചിട്ടില്ല. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത്, അർജുൻ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളൊക്കെ വളരെയധികം സ്പിരിറ്റോടു കൂടിയാണ് കളിക്കുന്നത്. അതായത് അർജുന് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടണം എന്ന തീവ്രമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ എല്ലാ കളികളിലും മാക്സിമം എഫേർട്സ് ഇടുന്നുണ്ട്. ഇവിടെ ഇപ്പം ഈ കളിയിൽ ജയിച്ചാലും തോറ്റാലും നന്ദനയ്ക്ക് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ കളിയിൽ ഒന്നാമത് എത്തിക്കഴിഞ്ഞാൽ അർജുന് അവിടെ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്പിരിറ്റോട് കൂടിയാണ് അർജുൻ ഈ കളിയും സമീപിച്ചിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്യുന്നത്, കുറച്ച് സമയത്തേക്ക് അർജുൻ അല്ലാതെയായി. ആ ഗെയിം സ്പിരിറ്റ് തലക്കടിച്ച് അർജുൻ ചെയ്തൊരു ആക്റ്റായിട്ടാണ് എനിക്കിതിനെ കാണാൻ പറ്റുന്നത്. പിന്നെ നന്ദനയുടെ സംസാര രീതിയും എല്ലാം കുറച്ച് ഇറിറ്റേറ്റിങ്ങും ആയിരുന്നു. എന്തായാലും അർജുന് നല്ല ഭാഗ്യമുണ്ട്. നന്ദനയ്ക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. മെഡിക്കൽ റൂമിൽ പോയിട്ട് ആൾ കൂളായി തിരിച്ചു വരുന്നുണ്ട്. ചെറിയ വേദനയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും. പക്ഷേ നന്ദന ഇവിടെ നല്ല രീതിയിൽ അതിനൊരു പോസിറ്റീവായി മെച്ചുവേർഡായിട്ട് ഡീൽ ചെയ്തു. നന്ദന പറഞ്ഞു, കുഴപ്പമില്ല, കളിയല്ലേ, സാരമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ടുണ്ട്.